നാലാമത്തെ സ്കന്ധത്തിൽ പ്രധാനമായിട്ട് 4 ചരിത്രങ്ങളാണ് ഇവിടെ വർണ്ണിക്കുന്നു. ദക്ഷയാഗം, ധ്രുവചരിത്രം, പൃഥുചരിത്രം, പുരഞ്ജന ഉപാഖ്യാനം. ഈ 4 കഥകളും നമുക്ക് 4 കിട്ടാൻ വേണ്ടിയാണ്. എല്ലാവർക്കും 4 വിഷയങ്ങളിലാണ് താത്പര്യം: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മത്തിന് വേണ്ടിയാണ് ദക്ഷയാഗവും, അർത്ഥത്തിന് വേണ്ടി ധ്രുവചരിത്രവും, കാമങ്ങൾക്ക് ഋതുചരിത്രവും, മോക്ഷത്തിന് പുരഞ്ജനോപാഖ്യാനം. ഇതിൽ അധ്യായങ്ങളൊക്കെ അവർ തീരുമാനമായി വെച്ചിരിക്കുന്നു. 7 അധ്യായങ്ങളിൽ ദക്ഷയാഗം. അറിയാൻ എന്താ കാരണം? ധർമ്മം ചെയ്യുമ്പോൾ 7 ശുദ്ധി വരും. ദേശ കാല തഥാ മന്ത്ര ശരീരഞ്ച മനസ്തഥ ദ്രവ്യഞ്ച ഇന്ദ്രിയം ചെയ്വ സപ്തശുദ്ധി പ്രകീർത്തിത. ദേശശുദ്ധിയും, ദേശം പറഞ്ഞാൽ നല്ല സ്ഥലത്തിൽ നിന്ന് മന്ത്രങ്ങളൊക്കെ ജപിക്കണം, യാഗങ്ങളൊക്കെ ചെയ്യണം. അതേപോലെ കാലം, നല്ല ബ്രഹ്മമുഹൂർത്തത്തിൽ ജപിക്കുമ്പോൾ കൂടുതലാണ് ഫലം. ഉറക്കം വന്നില്ലേ പറഞ്ഞ് അർദ്ധരാത്രിക്ക് ജപിക്കാൻ പാടില്ല. അർദ്ധരാത്രിക്ക് ജപിക്കുന്ന മന്ത്രങ്ങൾക്ക് ദുർദേവതകളുടെ മന്ത്രങ്ങൾ ജപിക്കാൻ പാടില്ല. പക്ഷേ സാധാരണ ദേവതകളുടെ, സാത്വികമായ ദേവതകളുടെ മന്ത്രം ബ്രഹ്മമുഹൂർത്തത്തിനെ പറ്റൂ. അതേപോലെ മന്ത്രം, ദേശകാലം, മന്ത്രവും ഒരു ഗുരുമുഖത്തിൽ നിന്നും പഠിക്കണം. ഇപ്പോൾ എല്ലാവരും യൂട്യൂബിലും ഇങ്ങനെ എവിടെ ചോദിച്ച് അത് മന്ത്രങ്ങളൊക്കെ പഠിക്കും. അത് പഠിച്ചാൽ അത്ര കൃത്യമാവുമെന്ന് സംശയം. ഒരു ഗുരുമുഖത്തിൽ നിന്നും നേരിട്ട് നമ്മൾ പഠിക്കണം. അതേപോലെ ദേശകാല തഥാ മന്ത്ര ശരീരഞ്ച, ശരീരശുദ്ധിയും വേണം, മനസ്സുശുദ്ധിയും വേണം, ദ്രവ്യശുദ്ധി, ഭഗവാനക്ക് സമർപ്പിക്കുന്ന ഹോമിക്കുന്ന ദ്രവ്യങ്ങളൊക്കെ വളരെ ശുദ്ധമായിട്ട് വേണം, ഇന്ദ്രിയശുദ്ധി അതും കൂടി വരും. ഞാൻ നാമം ജപിക്കും, പക്ഷേ വിഡ്ഢി പട്ടിയൊക്കെ വേണ്ടി നാമം ജപിച്ചോളാം പറഞ്ഞാൽ അതിൻ്റെ അനുഭവം കിട്ടുമോ സംശയിക്കും. അപ്പോൾ ഇങ്ങനെ 7 ശുദ്ധിയോടുകൂടി കർമ്മങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് 7 അധ്യായങ്ങളിൽ ദക്ഷയാഗവും 5 അധ്യായങ്ങളിൽ ധ്രുവചരിത്രം. കാരണം നമുക്ക് പണം കിട്ടണമെങ്കിൽ മാതാപിതാ, ഗുരു, അതേപോലെ ദൈവം, പിന്നെ നമ്മുടെ ഉദ്യോഗം, ഇതും കൂടി ചേരുമ്പോഴേ പണം കിട്ടുള്ളൂ. അതിനുവേണ്ടിയാണ് 5 അധ്യായങ്ങളിൽ ധ്രുവചരിത്രം. പിന്നെ കിട്ടിയ പണം 5ആയിട്ട് വീതിക്കണം. ധർമ്മം, യശസ്, ധർമ്മായ യശസേ അർത്ഥായ കാമായ സ്വജനായ ച. ഇങ്ങനെ 5ആയിട്ട് വീതിച്ചാൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ധർമ്മം ചെയ്യാൻ വേണ്ടി കുറച്ച് പണവും, നമ്മൾക്ക് പുകഴ് കിട്ടാൻ വേണ്ടി കുറച്ച് പണവും. പണം ഇട്ടാലേ പണം കിട്ടുള്ളൂ. അതിനുവേണ്ടി സേവിങ്സായിട്ട് കുറച്ച് പണവും. കാമായ, എല്ലാ പണവും സേവിങ്സിൽ ഇടാൻ പാടില്ല, കുറച്ച് നമ്മളും അനുഭവിക്കുന്നു. പിന്നെ നമ്മുടെ ബന്ധുക്കൾക്ക് കൊടുക്കാൻ കുറച്ച് പണം. ഇങ്ങനെ 5ആയിട്ട് വീതിക്കണം എന്നാണ് ഉപദേശിക്കുന്നു ശുക്രാചാര്യർ. പിന്നെ 5 വയസ്സ് പ്രായമുള്ള കുട്ടിയായതുകൊണ്ടേക്കും 5 അധ്യായത്തിൽ ഇവിടെ ധ്രുവചരിത്രം വർണ്ണിക്കുന്നു. അതിനുശേഷം 11 അധ്യായങ്ങളിലാണ് പൃഥുചരിത്രം. കാരണം ജ്ഞാനേന്ദ്രിയം 5, കർമ്മേന്ദ്രിയം 5, മനസ്സും കൂടി ചേർത്ത് 11 ഇന്ദ്രിയങ്ങളിലാണ് നമ്മൾ സുഖങ്ങൾ അനുഭവിക്കുന്നത്. അതിനുവേണ്ടിയാണ് 11 അധ്യായങ്ങളിൽ പൃഥുചരിത്രം. ഭാഗവതത്തിൽ കൂടുതൽ ഫലശ്രുതി പറഞ്ഞ ഒരു ചരിത്രം ഏതാണ് ചോദിച്ചാൽ പൃഥുചരിത്രമാണ്. ഇതിലാണ് കൂടുതൽ ഫലശ്രുതി പറഞ്ഞിരിക്കുന്നത്. പിന്നെ പുരഞ്ജന ഉപാഖ്യാനം. ബാക്കിയുള്ള അധ്യായങ്ങളോട് ചേരുമ്പോൾ 8 അധ്യായങ്ങളാണ്. എന്താ കാരണം? 8 പ്രകൃതി കടന്നാലേ ഭഗവാനെ പ്രാപിക്കാൻ പറ്റുള്ളൂ. ഭൂമി, രാപോ, നലോ, വായു, ഖം, മനോ, ബുദ്ധിരിൽ വെച്ച് അഹങ്കാര ഇതീയമ്നെ ഭിന്ന പ്രകൃതിരഷ്ടധ. പഞ്ചഭൂതങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇത് കടക്കാൻ വേണ്ടിയാണ് 8 അധ്യായങ്ങളിൽ പുരഞ്ജന ഉപാഖ്യാനം, മോക്ഷസാധനമായ പുരഞ്ജന ഉപാഖ്യാനം. അതിൽ ആദ്യത്തെ അധ്യായത്തിൽ 4th സ്കന്ധത്തിൽ ദത്താത്രേയൻ്റെ അവതാരം പ്രവർത്തിക്കുന്നു. അത്രി എന്ന പേരുള്ള മഹാത്മാ മഹർഷി. അത്രി പറഞ്ഞാൽ അർത്ഥം ത്രി, 3 ഇല്ലാത്ത ആളാണ്. ഏതാണ് 3? കാമം, ക്രോധം, ലോഭം, ഇത് 3 ഇല്ലാത്ത ആളാണ്. പിന്നെ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇത് ഇല്ലാതെ എപ്പോഴും നിർഗുണമായിട്ടിരിക്കുന്നവരാണ്. നമുക്ക് 3 അറിയത്തുള്ളൂ: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഒന്നും വീഴ്ചിരിക്കും, അല്ലെങ്കിൽ സ്വപ്നം കാണും, അല്ലെങ്കിൽ നല്ല ഉറക്കം.
ജാഗ്രത സ്വപ്നം സുഷുപ്തി കടന്ന് നാലാമത്തെ ഒരു നിലമുണ്ട്, അതാണ് സമാധി. മഹാത്മാക്കൾ പറയും എപ്പോഴും സമാധിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് അത്രിയിൽ പേര് വരാൻ കാരണം. ഈ അത്രി മഹർഷിക്ക് അനസൂയ പേരുള്ള ധർമ്മപത്നി, അസൂയ ഒട്ടും ഇല്ലാത്ത സ്ത്രീയാണ്. അസൂയ ഇല്ലാത്ത ആൾക്കാർ ലോകത്തിൽ തന്നെ ഇല്ല, എല്ലാവർക്കും കുറച്ചൊക്കെ ഉണ്ടാവും. ഈ അസൂയ ഉള്ളവർക്ക് അവർക്ക് സങ്കടം വരേണ്ട ആവശ്യമില്ല, അടുത്തവർ നന്നായാൽ തന്നെ ഇവർ സങ്കടപ്പെടും. അതാണ് അസൂയകളുടെ ഒരു കുഴപ്പം. ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി 12 കൊല്ലം മധ്യപ്രദേശത്തിൽ വെള്ളമില്ലാതെ വന്നപ്പോൾ അനസൂയാദേവി തൻ്റെ തപശക്തി കൊണ്ട് ഗംഗയെ അവിടെ ഉണ്ടാക്കി. അതുകൊണ്ടാണ് അവിടെ മന്ദാകിനി ഒരു ചെറിയ നദി അവിടെ ഓടുന്നത് നമുക്ക് കാണാം. ചിത്രകൂട്ടം എന്ന സ്ഥലത്തിലാണ് അത്രി മഹർഷിയുടെ ആശ്രമം. ചിത്രകൂട്ടം പറയുന്നത് അത് മധ്യപ്രദേശത്തിലാണ്. ഉത്തർപ്രദേശത്തിലും മധ്യപ്രദേശത്തിന് അടുത്താണ്. പ്രയാഗിൽ നിന്ന് നമുക്ക് ചെല്ലാം. അങ്ങനെ ഈ അത്രി അനസൂയ രണ്ടുപേരും കുലാദ്രിയിൽ ചെന്ന് തപസ് ചെയ്തു. എനിക്ക് നല്ല സത്പുത്രൻ വേണം, ശരണം തം പ്രപദ്യേകം യയേവ ജഗദീശ്വര പ്രജാമാത്മസമാം മഹ്യം പ്രയച്ഛദ്വിചിന്തയൻ. രണ്ടുപേരും ജഗദീശ്വരനായ ഭഗവാൻ തനക്ക് സമമായ സന്താനം ഞങ്ങൾക്ക് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോഴാണ് 3 ദേവന്മാർ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മ, വിഷ്ണു, ശിവൻ. ബ്രഹ്മ ഹംസവാഹനത്തിലും ഗരുഡവാഹനത്തിൽ, വിഷ്ണു ശംഖചക്രവും, അതേപോലെ ശൂലവും ധരിച്ച് വൃഷഭവാഹനത്തിൽ മഹാദേവനും പ്രത്യക്ഷപ്പെട്ടു. അപ്പം ഇദ്ദേഹം ചോദിച്ചു, ഞാൻ ബ്രഹ്മാവിനല്ലേ വിളിച്ചത്, നിങ്ങൾ എക്സ്ട്രാ 2 വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഭഗവാൻ പറയുന്നു, ജഗദീശ്വരൻ പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും ജഗദീശ്വരന്മാരാണ്. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, ഞാൻ രക്ഷിക്കുന്നു, രുദ്രൻ സംഹാരം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ 3 പേര് പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങളുടെ അംശമായി ഞങ്ങൾക്ക് പുത്രന്മാർ ഉണ്ടാവും പറഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ അംശമായി ചന്ദ്രനും, വിഷ്ണുവിൻ്റെ അംശമായി ദത്തൻ പറഞ്ഞാൽ തന്നെ ദാനമായി ദത്തം ചെയ്തു കൊടുത്തു. അതുകൊണ്ടാണ് ദത്തൻ. ദത്തോ മയാഹമിതി യത് ഭഗവാൻ സ ദത്തഃ. തന്നെ ദാനമായി ഭഗവാൻ കൊടുത്തത് കൊണ്ടാണ് ദത്തന് പേര് വരാൻ കാരണം. പിന്നെ അത്രി പുത്രനായതുകൊണ്ട് ആത്രേയൻ. അതുകൊണ്ട് 2 ചേർത്ത് നമ്മൾ ദത്താത്രേയൻ നമ്മൾ പറയും. പിന്നെ ശിവന്റെ അംശമായി ദുർവാസ മഹർഷി. ആ 3 കുട്ടിയും ഒരുമിച്ച് ആളീനം ചെയ്തപ്പോഴാണ് തീനിശിരേ സഹാഹാത്ത്. അങ്ങനെ ദത്താത്രേയൻ്റെ മുമ്മൂർത്തിയുടെ രൂപമായ ദത്താത്രേയൻ അവതാരം ചെയ്തു. ഈ ദത്താത്രേയനെ പ്രാർത്ഥിച്ചിട്ടാണ് കാർത്തവീര്യാർജുനൻ പേരുള്ള മഹാത്മാ ഒരു രാജാവ് വലിയ വീരനായി മാറി. ആ കാർത്തവീര്യാർജുനനെ സ്മരിച്ചാൽ തന്നെ നമുക്ക് നഷ്ടപ്പെട്ട സാധനം തിരിച്ചു കിട്ടും എന്നാണ് മഹാത്മാക്കൾ പറയുന്നു കാർത്തവീര്യാർജുനെ കുറിച്ച്. കാർത്തവീര്യാർജുനോ നാമ രാജാ ബാഹുസഹസ്രവാൻ തസ്യ സ്മരണമാത്രേണ ഗതം നഷ്ടഞ്ച ലഭ്യത്തെ. അങ്ങനെ ദത്താത്രേയൻ്റെ അവതാരം വർണ്ണിച്ചു. അതിനുശേഷം മനുവിൻ്റെ ജ്യേഷ്ഠപുത്രിയായ ആകൂതിയെ രുചി എന്ന പേരുള്ള മഹാത്മാ വിവാഹം കഴിച്ചു. അവർക്ക് യജ്ഞൻ എന്ന പേരിൽ ഭഗവാൻ അവതാരം ചെയ്തു. പിന്നെ പ്രസൂതി എന്ന പേരുള്ള പെൺകുട്ടിയെ ദക്ഷൻ വിവാഹം കഴിച്ചു. പ്രസൂതി പറഞ്ഞതിൻ്റെ അർത്ഥം കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീ എന്നാണ് അർത്ഥം. പറഞ്ഞതുപോലെ 16 പെൺകുട്ടികളെ പ്രസവിച്ചു. 16 പെൺകുട്ടികളിൽ 13 പേരെ ധർമ്മദേവതയ്ക്ക് കൊടുത്തു. അവരുടെ പേരൊക്കെ നല്ല പേരാണ്. പെൺകുട്ടികൾക്ക് പേരിടണമെങ്കിൽ ഇങ്ങനെയുള്ള പേരിടാം: ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിതിക്ഷ, ക്രീ, മൂർത്തി. നല്ല പേരുകളാണ്. ഇപ്പോഴൊക്കെ പെൺകുട്ടികൾ പേര് വെച്ചാൽ പെൺകുട്ടിയാണ് ആൺകുട്ടിയാണ് സംശയം. പേര് തന്നെ മനസ്സിലാവുന്നില്ലേ? ആർത്തി എന്നൊക്കെ പേരിടുന്നു. ആർത്തി പറഞ്ഞാൽ അർത്ഥം ദുഃഖം എന്നാണ് സംസ്കൃതത്തിലർത്ഥം. ആർത്തി പറഞ്ഞാൽ ദുഃഖം, നീ പിറന്നത് തന്നെ ദുഃഖം, ഞങ്ങൾക്ക് ദുഃഖം. ഒരു പേര് ഇടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടി മനസ്സിലാക്കിയിട്ട് വരും. ശ്രദ്ധ, അവരുടെ കുട്ടികളുടെ പേരൊക്കെ പറയുന്നുണ്ട്. ശ്രദ്ധാസൂത ശുഭം, ശ്രദ്ധയ്ക്ക് ശുഭമുണ്ടായി. നല്ല തത്വമാണ്. ശ്രദ്ധയോടെ ഇരുന്നാൽ ശുഭം, നന്മ ഉണ്ടാവും. മൈത്രി, പ്രസാദം. മൈത്രിക്ക് പ്രസാദം കിട്ടി. മൈത്രി പറഞ്ഞാൽ അർത്ഥം എല്ലാവരും സ്നേഹമായി കടമാറിനാൽ അവർക്ക് പ്രസാദമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാം. പ്രസാദം, അഭയം, ദയ. ദയയ്ക്ക് അഭയം ഉണ്ടായി. ദയയോടെ ഇരിക്കുന്നവർക്ക് അഭയം ഉണ്ടാവും.
ദയവുള്ളവർക്കേ അറിയ കൊടുക്കാൻ പറ്റുള്ളൂ. ശാന്തി സുഖം, ശാന്തി എന്ന പേരുള്ള പെൺകുട്ടിക്ക് സുഖമുണ്ടായി. എനിക്ക് സുഖമില്ലല്ലോ, അതുകൊണ്ട് ശാന്തി ഇല്ലേന്ന്. ശാന്തി മുലേക സൗഖ്യമില്ലേത്, ശാന്തി ഉണ്ടായാലേ സുഖം കിട്ടുള്ളൂ. മുതം തുഷ്ടി, തുഷ്ടി പറഞ്ഞാൽ ആരോഗ്യം, മനസ്സിൻ്റെ തുഷ്ടിയാണ്, അതിന് മുതം. പുഷ്ടിക്ക് സ്മയം, പുഷ്ടി പറഞ്ഞാൽ നല്ല ശരീര ആരോഗ്യം, അപ്പോൾ സ്മയം കുറച്ച് അഭിമാനമൊക്കെ ഉണ്ടാവും. യോഗം ക്രിയ, ക്രിയ എന്ന പേരുള്ള പെൺകുട്ടിക്ക് യോഗമുണ്ടായി, ക്രിയ ചെയ്യുന്നിടത്ത് നല്ല യോഗം ഉണ്ടാവും. ഉന്നതി ദർപ്പം, കൂടുതൽ ഉന്നതി ഉണ്ടാകുമ്പോൾ ദർപ്പം അഹങ്കാരം ഉണ്ടാവും, അതുകൂടി ശ്രദ്ധിക്കണം. ഉന്നതി, നിങ്ങളുടെ മാവിൽ പഴം അല്ലെങ്കിൽ മാങ്ങ ഉണ്ടായാൽ ഉണ്ടാവും, അതിന് താഴോട്ട് വരും ആ ശക്ക. അതുപോലെ നമുക്ക് ഉന്നതി വരുമ്പോൾ താഴോട്ട് വരാൻ ശ്രമിക്കണം. അർത്ഥം ബുദ്ധിക്ക്, ബുദ്ധിക്ക് അർത്ഥമുണ്ടായി. ബുദ്ധി പറഞ്ഞാൽ അർത്ഥം നല്ല ബുദ്ധി ഉള്ളവർക്ക് മാത്രമേ അർത്ഥം പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ മേധാസ്മൃതി, മേധയ്ക്ക് സ്മൃതിയും. തിരിക്ഷാക്ഷേമം, തിരിക്ഷയ്ക്ക് ക്ഷേമവും. ഹ്രീഹി പ്രസയം സുഖം, ലജ്ജ ഉള്ളവർക്കാണ് പ്രസയം, ഇങ്ങനെ ഇനിയും ഉണ്ടാവും. അങ്ങനെ ഓരോരോ സ്ത്രീക്ക് ഓരോ പയ്യൻ ഒരു മകൻ ഉണ്ടായി. പിന്നെ മൂർത്തി എന്ന പേരുള്ള പെൺകുട്ടി, മൂർത്തി പറഞ്ഞാൽ ഈ എല്ലാ നല്ല സ്വഭാവത്തിൻ്റെയും മൂർത്തിമത് ഭാവം, അതുകൊണ്ടാണ് മൂർത്തിന് പേര്. ആ മൂർത്തിക്ക് സർവഗുണോത്പത്തി, എല്ലാ ഗുണ ഉത്പത്തിയും ഉള്ളത് കൊണ്ടാണ് ഈ മൂർത്തിക്ക് മാത്രം ഭഗവാൻ നേരിട്ട് അവതരിച്ചു. നരൻ നാരായണൻ ട്വിൻസായി അവതരിച്ചു. മൂർത്തി സർവഗുണോത്പത്തി നരനാരായണ ഋഷി. ആ നരനാരായണന്മാർ ദേവന്മാരൊക്കെ സ്തുതിച്ചു. ഈ നരനാരായണ അവതാരം എന്തിനാ ചോദിച്ചാൽ ശിഷ്യനായിട്ട് നരനും ഗുരുനാഥനായിട്ട് നാരായണൻ അവതരിച്ചു. കാരണം ആദ്യം നാരായണൻ വന്ന് ഉപദേശിക്കാൻ വന്നപ്പോൾ ഒരാളും ഉപദേശം കേൾക്കാൻ വന്നില്ലേ. അപ്പം ഭഗവാൻ തന്നെ ശിഷ്യൻ്റെ രൂപം കൂടി സ്വീകരിച്ചു. ഈ നരനക്കാണ് നാരായണൻ അഷ്ടാക്ഷര മന്ത്രം നമോ നാരായണായ പറയുന്ന അഷ്ടാക്ഷര മന്ത്രം ഉപദേശം കൊടുത്തു. ഈ നരനാരായണന്മാരാണ് നമ്മുടെ ഭാരതദേശത്തിൻ്റെ പരദേവതയായിട്ട് ഇവിടെ ഭാഗവതത്തിൽ പറയുന്നു. അപ്പം നമ്മുടെ ഭാരതദേശത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ബദരികാശ്രമത്തിൽ ഇപ്പോഴും അവർ തപസ് ചെയ്യുന്നു. എന്താ കാരണം? കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവർ തപസ് ചെയ്താലേ നമ്മുടെ ഭാരതദേശം നന്നാവുള്ളൂ. അത് കാണിക്കാൻ വേണ്ടി രണ്ടുപേരും തപസ് ചെയ്യുന്നു. ഈ സമയത്താണ് ഒരു അസുരൻ, സഹസ്രകവചൻ പേരുള്ള അസുരൻ്റെ കഥ ഇവിടെ കൂട്ടിച്ചേർത്ത് പറയുന്നു ഭട്ടത്തിൽ. ദൈത്യം സഹസ്രകവചം സാഹസ്ര വത്സ തപസ്സമരാഭിലഭ്യൈ. ഈ സഹസ്രകവചൻ പേരുള്ള അസുരൻ എന്ത് ചെയ്തു? ബ്രഹ്മാവോട് വരം മേടിച്ചു. എന്താ വരം? എനിക്ക് 1000 പോർച്ചട്ട വരും, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് പോലെ ഒരു 1000 പോർച്ചട്ട എൻ്റെ ശരീരത്തിൽ ഉണ്ടാവണം. അത് ഒന്ന് ഉടയ്ക്കണമെങ്കിൽ ഒരു കൊല്ലം തപസ്സും ഒരു കൊല്ലം യുദ്ധവും ഒരുമിച്ച് ചെയ്താൽ, അങ്ങനെ ഒരുമിച്ച് തപസ്സും യുദ്ധവും ഒരുമിച്ച് ചെയ്യുമ്പോൾ എൻ്റെ ഒരു കവചം പൊട്ടിക്കാൻ പാടുള്ളൂ. ഒരുമിച്ച് ഒന്ന് ചെയ്യാൻ പറ്റില്ല. ഒന്ന് തപസ് ചെയ്താൽ യുദ്ധം ചെയ്യാൻ പറ്റില്ല, യുദ്ധം ചെയ്താൽ തപസ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നരനാരായണന്മാർ ട്വിൻസ് ആയതുകൊണ്ട് രണ്ടുപേരും ഒരേ സ്വരൂപം. നരൻ തപസ് ചെയ്യുമ്പോൾ നാരായണൻ യുദ്ധം ചെയ്യും, നാരായണൻ തപസ് ചെയ്യുമ്പോൾ ആദ്യം നാരായണൻ തപസ് ചെയ്യുമ്പോൾ നരൻ യുദ്ധം ചെയ്യും. ഇങ്ങനെ മാറി ചെയ്തു വന്നപ്പോൾ 999 കവചങ്ങൾ ഉടഞ്ഞു പോയി. പിന്നെ അവസാനത്തെ ഒരു കവചം, അപ്പോഴാണ് പ്രളയം വരാൻ തുടങ്ങി. ആ സമയത്ത് സഹസ്രകവചം ഒരു പ്രാർത്ഥന കൂടി വെച്ച് എന്താ വെച്ചു? അടുത്ത ജന്മത്തിൽ നിങ്ങളുടെ യുദ്ധം ചെയ്യാനുള്ള ഭാഗ്യം തരണേ. ശരി പറഞ്ഞു വിട്ടു. ആ ഒരു കവചം ബാക്കി വന്നപ്പോൾ ആ ഒരു കവചത്തോടാണ് ആ സഹസ്രകവചൻ അടുത്ത ജന്മത്തിൽ കർണനായി ജനിച്ചു. അതുകൊണ്ടാണ് കർണൻ ജനിക്കുമ്പോൾ കവചത്തോട് ജനിക്കാൻ കാരണം, കവചകുണ്ടലത്തോട്. അപ്പോൾ ഈ നരനാരായണന്മാർ വീണ്ടും അവതാരം ചെയ്തു. നരൻ തന്നെ അർജുനനായും നാരായണൻ ശ്രീകൃഷ്ണ ഭഗവാനായും അവതരിച്ചു എന്നാണ് ഇവിടെ ആ കഥ സൂചിപ്പിക്കുന്നത്. താവിമൗവൈ ഭഗവതഃ ഹരേരംസാവികാഗതൗ ഭാരം യയായ ച ഭുവഃ കൃഷ്ണൗ യദു കുരുദ്വഹൗ. അങ്ങനെ ഇങ്ങനെ മാറി യുദ്ധം ചെയ്യുമ്പോൾ അവസാനം നാരായണൻ തപസ്സും നരൻ കവചം പൊട്ടിക്കണം. അങ്ങനെയാണ് സമയം വന്നു 90ാമത് കവചം. അപ്പോഴാണ് കവചം
തപസ് ചെയ്ത് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലാതായി. കാരണം കർണൻ തന്നെ സ്വയം അത് ഇന്ദ്രനടുത്ത് ദാനം ചെയ്തു പോയി. അങ്ങനെ നരരൂപത്തിൽ വന്ന് അർജുനൻ കർണനെ വധിച്ചു. ഈ കഥയൊക്കെ ഇവിടെ സ്മരിക്കുന്നു ഘട്ടത്തിൽ. പിന്നെ സ്വാഹ എന്ന പേരുള്ള പെൺകുട്ടിയെ അഗ്നിഭഗവാനക്കും സ്വധ എന്ന പേരുള്ള പെൺകുട്ടിയെ പിതൃക്കൾക്കും സതി എന്ന പേരുള്ള പെൺകുട്ടിയെ മഹാദേവനക്കും വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ ഈ കഥകളൊക്കെ എല്ലാവർക്കും കുട്ടികളുണ്ടായ കഥയും പറയുന്നു. അഗ്നി ഭഗവാനക്ക് സ്വാഹായ കൊടുത്തത് കൊണ്ടാണ് അഗ്നി ഭഗവാന്റെ ശക്തിയാണ് സ്വാഹാദേവി. അതുകൊണ്ടാണ് അഗ്നികാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഹ സ്വാഹ പറയും. പിതൃകർമ്മങ്ങൾ ചെയ്യുമ്പോൾ സ്വധാ സ്വധാ പറയണം. സ്വധാസ്തോത്രം എന്ന് തന്നെ ഒരു സ്തോത്രം, സ്വാഹാസ്തോത്രം സ്വധാസ്തോത്രമൊക്കെ ദേവീ ഭാഗവതത്തിൽ നമുക്ക് കാണാം. അത് പഠിച്ചാൽ പിതൃക്കൾക്ക് തൃപ്തി ഉണ്ടാകും. ഇന്ന് കർത്തവാവല്ലേ, പിതൃക്കളെ സ്മരിക്കണമെങ്കിൽ സ്വധ എന്ന് പറഞ്ഞാൽ അവർക്ക് തൃപ്തി ഉണ്ടാകും. അങ്ങനെ സതി എന്ന പേരുള്ള പെൺകുട്ടിയെ മഹാദേവന് വിവാഹം ചെയ്തു കൊടുത്തു. അവർക്ക് കുട്ടികളുണ്ടായ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കുന്നു. നമുക്ക് നിർത്തേണ്ട സമയമായി. ഒരു നാമാവലി പാടി ഇപ്പോൾ നിർത്താം. വീണ്ടും 6 മണിക്ക് ശേഷം തുടങ്ങാം. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജയ ഗോ സദ്ഗുരു മഹാരാജ്.